രാജ്യത്തെ രാഷ്ട്രീയം രണ്ട് മുന്നണികളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഒന്ന് NDAയും മറ്റൊന്ന് ഇന്ത്യ മുന്നണിയും. എന്നാൽ ഇതിൽ ഇരു മുന്നണികളിലും ഇല്ലാത്ത പാർട്ടികൾക്കാണ് ഇപ്പോൾ നഷ്ടം നേരിട്ടിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ട പാർട്ടികളിലൊന്ന് BSPയും മറ്റൊന്ന് അകാലിദളുമാണ്. 2020 രാജ്യത്ത് സ്ഥാപിതമായ അകാലിദൾ ഇപ്പോൾ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. പഞ്ചാബിൽ BJPയുടെ ഒരു പഴയ സഖ്യകക്ഷി ആഭ്യന്തര കലാപത്തിന്റെ പിടിയിലാണുള്ളത്. ഇതിൽ അകാലിദൾ നേതൃത്വം BJPയെയാണ് കുറ്റപ്പെടുത്തുന്നത്. 25 വർഷത്തോളമായി BJP അകാലിദൾ സഖ്യത്തിലായിരുന്നു. എന്നാൽ കാർഷിക നിയമങ്ങളുടെ പേരിൽ അകാലിദൾ പിളർന്നു. കാർഷിക നിയമം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയെങ്കിലും അകാലിദൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ വീണ്ടും ചേർന്നില്ല. അതോടെ ഒറ്റയ്ക്ക് കരുത്ത് കാണിക്കാൻ നോക്കിയ അകാലിദളിന് പിഴക്കുകയായിരുന്നു. ഈ വർഷം പഞ്ചാബിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരമാണ് നടന്നത്. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും BJPയും അകാലിദളും തമ്മിലായിരുന്നു ഈ ചതുഷ്കോണ മത്സരം. ഇതിലൊരു സീറ്റ് പോലും BJPക്ക് നേടാനായില്ല. എന്നാൽ സംസ്ഥാനത്തെ 18 നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്ക് നോക്കിയപ്പോൾ 18% വോട്ടിന്റെ ലീഡ് നേടിയിട്ടുണ്ട്. പഞ്ചാബിൽ 117 നിയമസഭാ സീറ്റുകളാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഒരു സീറ്റിൽ മാത്രമാണ് അകാലിദളിന് ജയിക്കാനായത്. പാർട്ടിക്ക് 11% വോട്ട് ലഭിച്ചപ്പോൾ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ലീഡ് നേടാനായത്. ഈ ദയനീയ തോൽവിക്ക് ശേഷം പാർട്ടി അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദലിനെതിരെ പാർട്ടിക്കുള്ളിൽ പടിയൊരുക്കം ആരംഭിച്ചിട്ടുമുണ്ട്. ഒരു വിഭാഗം ബാദലിന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ഒരു വിഭാഗം സുഖ്ബീറിന്റെ യോഗത്തിന് പോയില്ല. പകരം ഇവർ പ്രത്യേക യോഗം ചേർന്ന് നേതൃമാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അകാലിദളിലെ ചില മുതിർന്ന നേതാക്കൾ ജലന്ധറിൽ യോഗം ചേർന്ന് സുഖ്ബീറിനെ പുറത്താക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അകാലിദളിലെ തകർച്ച എങ്ങനെ പരിഹരിക്കാമെന്നതാണ് അവരുടെ ചർച്ച. അടിസ്ഥാനപരമായി 2022 പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം അകാലിദളിന് ആ പഴയ പ്രതാപം വീണ്ടെടുക്കാനായിട്ടില്ല. നിയമസഭയിൽ 3 സീറ്റുകൾ മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അകാലിദളിന്റെ പരമ്പരാഗത ജാട്ട് സിഖ് വോട്ടർമാർ അന്യവൽക്കരിക്കപ്പെട്ടു. ഒരു പരിധിവരെ ആ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയിലേക്കാണ് പോയത്. ഒരു വോട്ട് ബാങ്കും പാർട്ടിക്ക് പിന്നിൽ നിൽക്കാത്തതിനാൽ അകാലിദൾ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 13-ൽ 10 അവരുടെ കെട്ടിവെച്ച കാശ് കിട്ടാത്ത അവസ്ഥയിൽ അകാലിദൾ കൂപ്പുകുത്തി. അകാലിദളിന്റെ പതനമാണ് ഇത് കാണിക്കുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഉൾപാർട്ടി ഭിന്നതയെ തുടർന്ന് ജലന്ധറിൽ സ്ഥാനാർത്ഥി പിൻവലിക്കൽ നാടകം അരങ്ങേറിയിരുന്നു. പാർട്ടി നാമനിർദ്ദേശം നൽകി. വിമതരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്. എന്നാൽ മത്സരത്തിൽ നിന്നും പിന്മാറാൻ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ട് ബഹുജൻ സമാജ്വാദി പാർട്ടിക്ക് അകാലിദൾ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിന് സ്ഥാനാർത്ഥി വഴങ്ങിയില്ല. ഇതെല്ലാം അകാലിദളിലെ ഭിന്നതയെയാണ് കാണിക്കുന്നത്. അകാലിദളിന് ഒരു MP മാത്രമുള്ളതിനാൽ വീണ്ടും സഖ്യം രൂപീകരിക്കാൻ BJPക്ക് പോലും വലിയ താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും അകാലിദൾ എന്ന പാർട്ടി ഒറ്റപ്പെടുകയാണ്. എന്തായാലും ഈ പാർട്ടിയെ ഇത്തരത്തിൽ ചരക്കാക്കി മാറ്റിയത് BJP എന്ന പാർട്ടിയാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ BJPയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അകാലിദൾ.